ഈ രാഹുൽ ഗാന്ധി എവിടെ പോയാലും BJP നരേന്ദ്രമോദി അധിക്ഷേപിക്കുക അദ്ദേഹത്തിന്റെ ഈ ഡിക്ഷണറിയിലുള്ള ഒരു കാര്യമായി മാറി. മറ്റൊന്നിനെ കുറിച്ചും ചിന്തയില്ല. ഇപ്പോ ഒരു വേദിയിൽ ഇറ്റലി പ്രധാനമന്ത്രിയെയും നരേന്ദ്രമോദിയെയും കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഒരു കെട്ടിപ്പിടുത്തമൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലായിടത്തും വൈറലാണ് പിന്നെ നരേന്ദ്രമോദിയെ കുറിച്ചുള്ള പരാമർശം. BJP അതിന് രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇറ്റലി തന്നെ അത് അപലപനീയം എന്ന് പറഞ്ഞ് രംഗത്തെത്തുകയാണ്. നമ്മുടെ രാജ്യത്തെ മറ്റുള്ള രാജ്യങ്ങളുടെ മുന്നിൽ ഈ താറടിച്ച് കാണിക്കുക എന്നതാണോ ആരെങ്കിലും ഫണ്ട് വാങ്ങി ചെയ്യുന്നതാണോ ഇതൊക്കെ? ഈ കോൺഗ്രസ്സുകാരുടെ ഒരു പൊതുസമ്മേളനത്തിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി ഇത് ചെയ്തത്. രാഹുൽ ഗാന്ധി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മോദിയുടെയൊക്കെ വിദേശ യാത്രകളിലൊക്കെ നടക്കുന്നത് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് സന്ദീപ് ദീക്ഷിതിനെ, ഷീലാ ദീക്ഷിതിന്റെ മോനുണ്ടല്ലോ, സന്ദീപ് ദീക്ഷിതിനെ പൊതുവേദിയിൽ പോയി ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സന്ദീപ് ദീക്ഷിത് അങ്ങോട്ട് ചോദിച്ചു, അങ്ങ് ഉദ്ദേശിക്കുന്നത് മെലോണിയെ മോദി കെട്ടിപ്പിടിച്ചതായിരിക്കുമല്ലേ എന്ന് സന്ദീപ് ദീക്ഷിത് അങ്ങോട്ട് ചോദിക്കുകയാണ്. കോൺഗ്രസ്സുകാർ ഇതിനെ ന്യായീകരിക്കുന്നത് രാഹുൽ ഗാന്ധി മെലോണിയുടെ പേരൊന്നും പറഞ്ഞില്ല എന്നാണ്. പക്ഷെ രാഹുൽ ഗാന്ധി പറഞ്ഞു തുടങ്ങിയത് സന്ദീപ് ദീക്ഷിത് പൂരിപ്പിച്ചല്ലോ ആ ചോദ്യം കൊണ്ട്. കാരണം ആ ചോദ്യം കേട്ടതോടുകൂടി ഇവർ മുഴുവൻ അറിഞ്ഞ് ചിരിക്കാനും തുടങ്ങി, കോൺഗ്രസ്സുകാരെല്ലാം കൂടി. അപ്പോൾ മെലോണിയും മോദിയും തമ്മിലുള്ള സൗഹൃദം ആഗോളതലത്തിലൊക്കെ അറിയാവുന്നതാണല്ലോ. കാരണം രണ്ടുപേരും ദേശീയവാദികളാണ്. അവര് ഇറ്റലിയുടെ ഒരു നാഷണലിസ്റ്റ് എന്നുള്ള നിലയ്ക്കാണ് മെലോണി. പിന്നെ പല രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്കയുടെയൊക്കെ എതിർപ്പും ഒക്കെ ക്ഷണിച്ചു വരുത്തുന്ന രാജ്യങ്ങൾ എന്നൊക്കെ നിലയ്ക്ക് പിന്നെ ഇറ്റലിയും ഇന്ത്യയും തമ്മിൽ വേറെ പല തന്ത്രപ്രധാനമായ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗൾഫ് വഴി യൂറോപ്പിലേക്കുള്ള ഒരു എക്കണോമിക് കോറിഡോർ, സാമ്പത്തിക ഇടനാഴി എന്ന് പറഞ്ഞിട്ട് അത് ഇറ്റലിയിലെ ത്രീസ്തെ എന്ന് പറഞ്ഞിട്ടൊരു സ്വതന്ത്ര തുറമുഖമുണ്ട്. ആ ത്രീസ്തെ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഈ തുറമുഖത്തിനുമൊക്കെ സ്വതന്ത്രമായ നിയമങ്ങളുമൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ലാൻഡിങ് പോയിന്റ് ഈ എക്കണോമിക് കോറിഡോർ, ഇന്ത്യ, UAE, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഒരെണ്ണം പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ എക്കണോമിക് കോറിഡോറിൻ്റെ ലാൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റലിയിലെ ത്രീസ്തെ തുറമുഖം ആണ്. ഈ തുറമുഖത്ത് നിന്നാണ് യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ ചരക്കൊക്കെ പോവുക. അപ്പോൾ അങ്ങനെ ഒരു ഇടനാഴി കൂടിയൊക്കെ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇറ്റലിയുമായിട്ടുള്ള വലിയ സൗഹൃദം എങ്ങനെയാണ് ഉണ്ടാവുക? അവിടെ ഭരിക്കുന്ന ആളുകളുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാവുകയാണല്ലോ. ഇപ്പോൾ മെലോണി ഭരിക്കുന്നു, അപ്പോൾ മോദിക്ക് സൗഹൃദമുണ്ട്. മെലോണി പോയി കഴിഞ്ഞാൽ വേറെ ഒരാൾ വരുമല്ലോ, ആ ആളുമായിട്ടും സൗഹൃദം ഉണ്ടാവും. അങ്ങനെയാണല്ലോ ഈ രാജ്യാന്തര തലത്തിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ആക്ഷേപിക്കുന്നത് എന്ന് പറയുന്നതേ ഈ മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു മനസ്സിന്റെ പ്രതിഫലനമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തിനാണ് സാർ നിരന്തരം ഇങ്ങനെ നരേന്ദ്രമോദിയുടെ പിന്നാലെ നടന്ന് ഈ ഭാവി പ്രധാനമന്ത്രി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ വിമർശിക്കാനും പരിഹസിക്കാനും ഒക്കെ ഉണ്ട്? ഇങ്ങനെ ചില വിഷയങ്ങൾ മാത്രം ഇങ്ങനെ എടുത്ത് എന്തിനാണ് ഇദ്ദേഹം പരിഹാസ കഥാപാത്രമായി മാറുന്നത്? ഒന്നാമത് നമ്മൾ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ് ഈ പാർലമെന്റ്. പാർലമെന്റിന്റെ ഈ വർഷകാല സമ്മേളനം കുളം തോണ്ടിയില്ലേ ഈ കോൺഗ്രസ്സുകാരെല്ലാം കൂടി? എല്ലാ ദിവസവും ബഹളമായിരുന്നില്ലേ അവിടെ? സാധാരണഗതിയിൽ ചന്തയിലല്ലേ ഈ ബഹളം? ചന്തയ്ക്ക് പോലും ഇല്ലേ അപമാനം എന്നുള്ള നിലയ്ക്കാണ് കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ പെരുമാറിയത്. അവരുടെ ഒരു അജണ്ടയായിരുന്നു പ്രധാനമായിട്ടും ഈ FCAR ഇല്ലേ, മണ്ഡല പുനർനിർണയം, ഇങ്ങനത്തെ ബില്ലുകൾ ഒന്നും അതിൻ്റെ അകത്ത് വരാൻ പാടില്ല എന്നുള്ള. FCAR ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടു. മണ്ഡല പുനർനിർണയ ബില്ലൊന്നും അതിൻ്റെ അകത്ത് അവതരിപ്പിച്ചില്ല. അപ്പോൾ ഇതൊക്കെ വലിയ വിജയമാണ് എന്നാണ് കൊട്ടിഘോഷിക്കുന്നത്. പ്രതിപക്ഷത്തിന് അവരുടെ കാര്യങ്ങൾ പറയാവുന്നൊരു സ്ഥലമല്ലേ പാർലമെന്റ്? പറയാനായിട്ട് ഒന്നുമില്ല, ഈ മണ്ടത്തരം മാത്രമേ കയ്യിലുള്ളൂ.
മറ്റേ ജൻസിയുടെ ഒരു പ്രക്ഷോഭമാണെങ്കിൽ പാറ്റകൾ തട്ടിക്കൊണ്ടുപോയി. ഇയാൾ ആ സമയത്ത് രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. ഇയാളെ തന്നെ ലീഡർ ഓഫ് LOP എന്നാണ് പറയുക, ലീഡർ ഓഫ് ഓപ്പോസിഷൻ, ലീഡർ ഓഫ് പട്ടായ LOP എന്ന് പറയാൻ തുടങ്ങി. ഇവിടെ ഉണ്ടായിരുന്നില്ല അയാളെ പറ്റി. ഈ ലീഡർ ഓഫ് പട്ടായ എന്ന് പറയുന്ന കഥാപാത്രം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇയാളുടെ ഹാജർ നില തന്നെ മൊത്തം പാർലമെന്റ് നോക്കുകയാണെങ്കിൽ 50%, 48% എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. ഈ ബഹളമുള്ള സ്ഥലത്തേക്ക് മോദിയോ അമിത്ഷായോ വരേണ്ട കാര്യമില്ലല്ലോ. കാരണം അവരെ പ്രസംഗിക്കാനും ഇവർ അനുവദിക്കുന്നില്ലല്ലോ. അവർക്ക് അവരുടെ ബില്ലുകൾ അവതരിപ്പിക്കാനും ഒന്നും ഇവരെ അനുവദിക്കുന്നില്ല. എന്നിട്ട് അമിത്ഷാ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു ബഹളം ഇല്ലാത്ത സമയത്ത് അമിത്ഷാ വന്നല്ലോ. വന്ദേ മാതരം ആദ്യമായിട്ട് പൂർണ്ണമായിട്ട് ലോക്സഭയിൽ ആലപിച്ചു ഇന്നലെ. ആ സമയത്ത് മോദിയും വന്നു, അമിത്ഷായും വന്നു. ദേശീയതയ്ക്ക് ഗുണമുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴൊക്കെയല്ലേ അവർക്ക്, ഈ രാജ്യത്തിന് ഗുണമുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ആവശ്യമുള്ളത്. ഈ ബഹളം കാണാനും ഈ രാഹുൽ ഗാന്ധിയുടെ മോന്ത കാണാനും ഒക്കെ ആയിട്ട് ഇവർ വരേണ്ട കാര്യം എന്താ അവിടെ? ഇല്ലേ? ഒരു കാര്യമില്ല. അത് കഴിഞ്ഞൊരു സുപ്രിയ സുലെയുടെ കുടുംബത്തിലെ കല്യാണ സ്ഥലത്ത് വെച്ച് രാഹുൽ ഗാന്ധിയും അമിത്ഷായും മോദിയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നല്ലോ കല്യാണ സ്ഥലത്ത്. കല്യാണ സ്ഥലത്ത് ഒന്നിച്ചൊക്കെ ഉണ്ടാവാം. എന്തിനാണ് ഈ ബഹളം നടക്കുന്ന സ്ഥലത്തേക്ക് ഇവർ എന്ത് കാര്യത്തിന് വേണ്ടി വരണമെന്നാണ് ഇവർ പറയുന്നത്? എന്നിട്ട് അതിനെയും പുച്ഛിക്കുക, പരിഹസിക്കുക, അങ്ങനെ മോദിയെ പുച്ഛിക്കുക, പരിഹസിക്കുക. ഇതാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത തവണയെങ്കിലും ഈ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടോ സാർ? എവിടെ നിന്ന്? അതിന് ഒരുപാട് ശ്രമം ഡീപ് സ്റ്റേറ്റില്ലേ, സോറോസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ. ജോർജ് സോറോസ് എന്ന് പറയുന്ന ആള് ഗാന്ധി കുടുംബം എന്ന് അവകാശപ്പെടുന്ന നെഹ്റു കുടുംബത്തിന്റെ ഒരു ബന്ധുവാണ് ഈ ജോർജ് സോറോസ് എന്ന് പറയുന്ന ആള്. കാരണം BK നെഹ്റു എന്ന് പറഞ്ഞിട്ട് ഈ കുടുംബത്തിലെ പല ആളുകൾക്കും ജോലി കൊടുക്കുമായിരുന്നല്ലോ. നെഹ്റുവിന് ശേഷം പിന്നെ കുടുംബത്തിലെ ആളുകൾക്ക് മുഴുവൻ ജോലി കൊടുക്കുന്ന ഒരാളാണ് ചങ്ങനാശ്ശേരി ജി സുകുമാരൻ നായർ. അപ്പോൾ അതുകൊണ്ട് ഈ നെഹ്റു കുടുംബത്തിലെ പല ആളുകൾക്കും കരസേനാമേ ഇങ്ങനെ പല ജോലികളും, സ്ഥാനപതി, UN പ്രതിനിധി, വിജയലക്ഷ്മി പണ്ഡിറ്റ് സഹോദരി, അങ്ങനെ BK നെഹ്റു എന്ന് പറഞ്ഞ ആള്, കൗൾ എന്നൊക്കെ പറഞ്ഞ അക്കാലത്ത് പല സ്ഥലത്തും വലിയ ജോലിയിലൊക്കെ ഉണ്ടായിരുന്ന ആള്. കൗൾ എന്ന് പറഞ്ഞാൽ കശ്മീരി ബ്രാഹ്മണനാണ്. ഇവരൊക്കെ നെഹ്റു കുടുംബത്തിലുള്ള ആളുകളാണ്. TN കൗളും മറ്റേ കൗൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഈ BK നെഹ്റു എന്ന് പറഞ്ഞ ആളെ സ്ഥാനപതിയൊക്കെ ആക്കിയിരുന്നു. ഈ BK നെഹ്റുവിൻ്റെ ഭാര്യ ഹംഗറിക്കാരിയാണ്, ഫോറി നെഹ്റു. ഇയാളും ഹംഗറിക്കാരനാണ്, ഈ ജോർജ് സോറോസ്. അപ്പോൾ ഫോറി നെഹ്റുവിന് 100 വയസ്സായപ്പോൾ അയാൾ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് അയാൾ വന്നു ചണ്ഡീഗഡിലേക്ക്. ഇയാൾ സോറോസ് ഈ ഫോറി നെഹ്റുവിനെ കാണാൻ അവരുടെ 100-ാം വയസ്സിൽ. അപ്പോൾ ഈ കുടുംബം തമ്മിലൊക്കെ വലിയ ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ മുതലാളി എന്നൊക്കെ പറയുന്നത് വേറെ സ്ഥലത്താണ്. അവരാണ് ശ്രമിക്കുന്നത് മോദിയെ അട്ടിമറിക്കാൻ. കാരണം ജോർജ് സോറോസ് പല മീറ്റുകളിൽ ദാവോസിലും അല്ലാത്തടത്തും ഒക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, ദേശീയത എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് മോദിയെ നമുക്ക് അട്ടിമറിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഈ രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പരാമർശങ്ങൾ ഇറ്റലി അപലപിച്ചു. ഇനി എന്തെങ്കിലും രീതികൾ ഇറ്റലിയുടെ ഭാഗത്തുനിന്നൊരു അത് ചോദിച്ചത് നന്നായി. അയാളുടെ അമ്മയുടെ നാട്ടിലെ പ്രധാനമന്ത്രിയല്ലേ അയാളാ അപമാനിച്ചത്? സോണിയാഗാന്ധിയുടെ നാടല്ലേ ഇറ്റലി? അതെന്താ അയാൾ ഓർക്കാതിരുന്നത്? അയാൾക്ക് ഈ നാട്ടിലെ പ്രധാനമന്ത്രിയെ പുച്ഛം, അത് നമുക്ക് മനസ്സിലാക്കാം. കാരണം പുള്ളി ഈ 56 വയസ്സുള്ള യുവാവ് വളരെ കാലമായിട്ട് പ്രധാനമന്ത്രിയാകാനായിട്ട് നടക്കുകയാണ്, ഒരു രക്ഷയില്ല. ഓരോ സ്ഥലത്തും അവിടുത്തെ പ്രാദേശിക പാർട്ടിയുടെ വില പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ സ്വന്തം അമ്മയുടെ നാട്ടിലെ പ്രധാനമന്ത്രിയുടെ മുതുകത്ത് കയറേണ്ട കാര്യം എന്തായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ സോണിയാഗാന്ധിക്ക് സഹിക്കുമോ ഇത്? ഇയാൾ മെലോണിയെ പുച്ഛിച്ചത്, മെലോണിയെ മോദിയും ഇയാൾ പുച്ഛിച്ചത്. മെലോണി ഒരു പുസ്തകം എഴുതിയപ്പോൾ അതിൽ ആദ്യത്തെ പുസ്തകത്തിൻ്റെ അവതാരിക മോദി എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്
രണ്ടാമത്തെ പുസ്തകത്തിന് വേറെ ആളുകൾ, മറ്റേ ഇയാളാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ് അമേരിക്കയിലെ JD വാൻസ്, രണ്ടാമത്തെ പുസ്തകത്തിന്. അവരെ സംബന്ധിച്ച് അവർ പറയുന്ന, ഇവിടെ ആദ്യം ഇന്ത്യയിൽ സന്ദർശനം നടത്തിയപ്പോൾ മെലോണി റോഡിൽ കൂടെ പോകുമ്പോൾ എല്ലായിടത്തും അവരുടെ ചിത്രം വച്ചിട്ട് ബോർഡുകൾ, ഫ്ലെക്സുകളും ഒക്കെ ഉണ്ടായിരുന്നു, സ്വാഗതം എന്ന് പറഞ്ഞിട്ട്. ഇറ്റലിയിൽ പോലും അങ്ങനെയൊന്നും കാണില്ല. തിരിച്ച് ഇറ്റലിയിലേക്ക് പോകുമ്പോൾ വേറെ ബോർഡുകൾ, അങ്ങോട്ട് യാത്ര എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ സ്വാഗതവും, അങ്ങോട്ട് പോകുമ്പോൾ മറ്റേ യാത്ര പറച്ചിലും ഒക്കെ ആയിട്ടുള്ള ബോർഡുകൾ ധാരാളം ഇവിടെ കണ്ടു എന്നാണ്. അപ്പോൾ അവിടുത്തെ ഉപപ്രധാനമന്ത്രി തന്നെ ഈ ഏറ്റവും ഒടുവിലെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. മെലോണിയോട് അവിടുത്തെ ഉപപ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങൾ ഡൽഹിയിലോ മറ്റോ ഒരു തെരഞ്ഞെടുപ്പിന് നിന്ന ഒരു 10 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമല്ലോ എന്ന് ചോദിച്ചതായിട്ടും അവർ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സൗഹൃദം ഇവിടെ ആഘോഷിക്കപ്പെടുന്നുകൂടിയുണ്ട്. നാട്ടുകാർ മറ്റേ രാഹുൽ ഗാന്ധിയെ പുച്ഛിക്കുന്നുണ്ടല്ലോ, മറ്റേ ലീഡർ ഓഫ് പട്ടായ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ഇവിടെ കാണുന്നുമില്ല. ഏതോ പുതിയ ചിത്രമൊക്കെ വന്നിരുന്നു, ഒരു കുട്ടികളും ഏതോ ഒരു സ്ത്രീയൊക്കെ ഉള്ള ചിത്രമൊക്കെ വന്നിരുന്നു. മുമ്പ് കുമരകത്തൊരിക്കൽ താമസിക്കാൻ വന്നിരുന്നു ഒരു യുവതിയൊക്കെ ആയിട്ട്. അതിനെതിരെ ഒരാൾ കൊണ്ടുപോയിട്ട് ഹൈക്കോടതിയിൽ കേസൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഉള്ളിലേക്ക് നോക്കുക അല്ലേ രാഹുൽ ഗാന്ധി അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ മോദിയുടെ വിജയകരമായ നയതന്ത്രത്തിനെ പുച്ഛിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായി? രാഹുൽ ഗാന്ധിയുടെ ഈ പ്രവൃത്തിയെ, കോൺഗ്രസിൻ്റെ പ്രവൃത്തിയെ മറ്റേ സ്ഥാനപതി കാര്യാലയം, എംബസി, ഇറ്റലിയുടെ ഡൽഹിയിലെ എംബസി തന്നെ പുച്ഛിച്ചിരിക്കുന്നു. സോണിയാഗാന്ധിക്ക് ഇറ്റാലിയൻ ഭാഷ നന്നായിട്ട് പരിചയം ഉണ്ടാവുമല്ലോ. ഇറ്റലി എംബസിയിൽ നിന്ന് ആ ഭാഷയിൽ തന്നെ സ്ഥാനപതിക്ക് വിളിക്കാനും കഴിയുമല്ലോ. ചിലപ്പോൾ ഇതിനകം വിളിച്ചിട്ടും ഉണ്ടാവും.